ഹായ്, എല്ലാവർക്കും മാംസ് വെള്ളിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അടിപൊളി സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് സൂപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പ്, കുറച്ച് ഉള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളകൊക്കെ നല്ലോണം പേസ്റ്റ് ആക്കിയതാണ്. പിന്നെ ലേശം തക്കാളി, ചണയൊക്കെ കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിട്ടൊന്ന് വറുക്കാനാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു കുത്തുമണം കൊയ്തിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വറക്കിയെടുക്കുന്നത്. അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 ഏലക്ക ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഏതെങ്കിലും കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ സവാളയാണ്. ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊള്ളി, ഒരു കാഭാഗം, കൊള്ളിയുടെ ഒരു കാഭാഗം. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ അരഭാഗം എടുത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി ഭാഗമാണ് ഇത്. പകുതി ഭാഗം ഞാൻ അതിലേക്ക് വറുക്കാനും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സൂപ്പിനുള്ളതാണ്. ഞാൻ ഇതിലേക്ക് ഇടുന്നത് കുരുമുളക് പൊടിയാണത്. ചെറിയ ടീസ്പൂൺ ഉണ്ട്, 1 ടീസ്പൂൺ, 1-2 ടീസ്പൂൺ ഇടാട്ടാ. എന്താ വെച്ചാൽ നമ്മൾ മുളക് പൊടി ഇടണില്ലല്ലോ, 1/2 ടീസ്പൂൺ ഇടണുള്ളൂ. അപ്പോൾ 1.5 ടീസ്പൂണ് കുരുമുളക്. ഇനി ഇത് ജീരകപ്പൊടിയാണ്, ചെറിയ ജീരകപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഒക്കെ കൂടി നമുക്കൊന്ന് ചെറിയ ടീസ്പൂൺ ഉണ്ട്, 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇത് ഒരു 200 ഗ്രാം ഉണ്ടാവും ഇറച്ചി, കോഴി ഇറച്ചിയാണ്. പിന്നെ കൊത്തമല്ലി ചപ്പ് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും. ഇത് വെള്ളം ഞാൻ മിക്സിയുടെ ജാർ കഴുകി ഒഴിച്ചതാണ്. നമ്മുടെ ഇഞ്ചി പച്ചമുളകൊക്കെ കൂടി അരച്ചത്, വെളുത്തുള്ളിയൊക്കെ കൂടി അരച്ചത്. അപ്പോൾ അതിൻ്റെ വെള്ളമാണ്. അപ്പോൾ ഒക്കെ കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നല്ല മിക്സ് ആക്കി. അപ്പം ഞാനിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നോക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. ചെറിയ ഉള്ളിയെ നല്ല പോലെ ചേർക്കാട്ടോ. സൂപ്പിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കിടന്ന് വേവട്ടെ. കുക്കറിൻ്റെ വിസിലിടുമ്പോൾ എപ്പോഴും വിസിലൊന്ന് ഊരി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വല്ല തടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി കിടന്ന് വേവട്ടെ. അപ്പം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. എന്തായി റെഡി ആയിട്ടുണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ ചാറുപോലെയൊക്കെയാണ്. ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി വേണമെങ്കിൽ ഉള്ളി അരിഞ്ഞ് താളിച്ച് കൊടുക്കാട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കാട്ടോ. ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നുള്ളൂ. എത്ര നീര് വരുന്ന അത്ര മതി. അപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കൊത്തമല്ലി ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.